കവടിയാർ കൊട്ടാരത്തിലെ കവർച്ചയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക്. പരമാവധി വിവരങ്ങളും തെളിവുകളും ശേഖരിക്കുന്നുണ്ട്. കൊട്ടാരത്തിലുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2 കോടിയോളം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളാണ് കൊട്ടാരത്തിൽ നിന്നും മോഷണം പോയത്. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച നടന്ന വിവരം 2 ദിവസം മുൻപാണ് പുറത്തു വന്നത്. രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയുടെ കിടപ്പുമുറിയിലെ അലമാരയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന വജ്രാഭരണങ്ങളും പുരാതന സ്വർണശേഖരവുമാണ് നഷ്ടമായത്. 2 കോടിയോളം രൂപ വിലമതിക്കുന്നതാണ് ആഭരണങ്ങൾ. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് പറഞ്ഞു. പരമാവധി വിവരങ്ങളും തെളിവുകളും ശേഖരിക്കുന്നുണ്ട്. കൊട്ടാരത്തിലുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൗട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. 2025 നവംബറിൽ ബംഗളൂരുവിൽ പോകുന്നതിന് മുൻപായി അലമാര തുറന്നപ്പോഴാണ് ആഭരണം നഷ്ടമായതായി അറിയുന്നത്. 4 ദിവസം മുൻപാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി DGPക്ക് പരാതി നൽകിയത്. ഗൗരി ലക്ഷ്മിബായി സ്ഥിരം ഉപയോഗിക്കുന്ന ആഭരണങ്ങളും ചിത്ര തിരുനാൾ രാജാവ് സമ്മാനമായി നൽകിയ ആഭരണങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ഇവയിൽ പലതും കാലപ്പഴക്കം കൊണ്ട് മൂല്യം കണക്കാക്കാനാവാത്ത അതിപുരാതന ആഭരണങ്ങളാണ്. ഒട്ടേറെ സുരക്ഷാ ജീവനക്കാരും CCTV അടക്കമുള്ള കൊട്ടാരത്തിനുള്ളിൽ പുറത്തുനിന്ന് മോഷ്ടാവ് കടക്കുക എളുപ്പമല്ല. അതിനാൽ തന്നെ അന്വേഷണവും ദുസ്സഹമാണ്. ജനം, തിരുവനന്തപുരം.